വോട്ടെടുപ്പ് നടക്കുന്ന പ്രധാന മണ്ഡലങ്ങളിലെ വോട്ട് വിഷയങ്ങൾ നോക്കാം. പ്രധാന മണ്ഡലങ്ങൾ, ഈ 102 മണ്ഡലങ്ങളിൽ എവിടെയൊക്കെയാണ് പ്രധാന വോട്ട് വിഷയങ്ങൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്? വോട്ടെടുപ്പ് അതിന്റെ അവസാന മണിക്കൂറിലേക്ക് എത്തുമ്പോൾ നമ്മൾ ആ മണ്ഡലങ്ങളിലേക്ക്, വോട്ട് വിഷയങ്ങളിലേക്ക് വളരെ പെട്ടെന്നൊന്ന് പോവുകയാണ്. ഛത്തീസ്ഗഡിൽ വോട്ടെടുപ്പ് നടക്കുന്ന ബസ്തറാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബസ്തർ എന്ന് പറയുന്നത് പുരാതന ആദിവാസി മേഖലയാണെന്ന് നമുക്കറിയാം. അവിടെ നക്സൽ ശക്തി കേന്ദ്രമാണ്. നക്സൽ ആക്രമണങ്ങൾ കൊണ്ട് ബസ്തർ എന്നുള്ളത് അങ്ങനെ ഒരു കുപ്രസിദ്ധി നേടിയ സ്ഥലമാണ്. അവിടെ നേരിടുന്ന ഏറ്റവും പ്രധാന പ്രശ്നം വികസന മുരടിപ്പാണ്. വികസനം വരണം ബസ്തറിൽ. മാവോയിസ്റ്റ് ആക്രമണ മേഖലയായതിനാൽ തന്നെ അധികൃതരുടെ കണ്ണ്, ശ്രദ്ധ, കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ അതൊന്നും തന്നെ എത്തുന്നില്ല എന്നുള്ളതാണ് ബസ്തറിന്റെ എക്കാലത്തെയും ശാപം. ആശുപത്രിയിൽ സൗകര്യങ്ങളില്ല, ഭൂരിഭാഗവും നിരക്ഷരരായ മനുഷ്യരാണ് അവിടെയുള്ളത്. സ്കൂളുകളില്ല, തൊഴിലവസരങ്ങളില്ല. അങ്ങനെ കഷ്ടപ്പെടുന്ന മനുഷ്യരുള്ള ഒരു മേഖലയാണ് ബസ്തർ. അപ്പോൾ ബസ്തറിന്റെ മുൻകാല നക്സൽ ആക്രമണങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അവിടെ കൂടുതൽ വികസനം കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കേണ്ടത്. ഛത്തീസ്ഗഡിലെ ബസ്തർ ഇന്ന് വിധി എഴുതുകയാണ്. അല്പസമയത്തിനകം തന്നെ അവിടെയും പോളിംഗ് അവസാനിക്കാൻ പോകുന്നു. മറ്റൊന്ന് ബീഹാറിലെ ജാമുയി ആണ്. ബീഹാറിലെ ജാമുയി നമ്മൾ തെരഞ്ഞെടുക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. കാരണം ജാമുയി എന്ന സ്ഥലം, അവിടെ ഗ്രാമീണ വോട്ടർമാർ ഏറ്റവും നിർണായകമായ ബീഹാറിലെ മണ്ഡലങ്ങളിൽ ഒന്നാണ് ജാമുയി. ഒട്ടനവധി മണ്ഡലങ്ങളുണ്ട്. അങ്ങനെ ഈ മണ്ഡലത്തിൽ യാദവർ, SC ST, OBC വിഭാഗം ഇവരുടെയൊക്കെ ഒരു കൂട്ടായ വോട്ട് ബാങ്കാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് കൃത്യമായി എണ്ണി തിട്ടപ്പെടുത്തി ഇന്ന വോട്ട് ബാങ്ക് തുണച്ചാൽ ജയിക്കാം എന്ന് പറയാൻ കഴിയുന്ന സാഹചര്യമല്ല ജാമുയിലുള്ളത്. അവിടെയും നമ്മൾ നേരത്തെ ബസ്തറിനെ കുറിച്ച് പറഞ്ഞതുപോലെ അടിസ്ഥാന സൗകര്യങ്ങളില്ല. അതുകൊണ്ട് തന്നെ ജാമുയിൽ ആര് തെരഞ്ഞെടുക്കപ്പെട്ടാലും അവിടെ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന് ഉന്നത വിദ്യാഭ്യാസ സൗകര്യമാണ്. സർവകലാശാലകളും കോളേജുകളും ഇല്ല ജാമുയിക്ക്. ജാമുയിക്ക് ഒരു പുരോഗമനം ഉണ്ടാകണമെങ്കിൽ അവിടെ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ കൂട്ടണം. മറ്റൊന്ന് അവിടെയുള്ള കർഷകരാണ്. ആ കർഷകർക്കായി കുറെ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ആ പ്രഖ്യാപനങ്ങളൊന്നും തന്നെ നടപ്പായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമമുണ്ടാക്കുന്ന കാര്യം. തൊഴിലില്ലായ്മ രൂക്ഷമാണ്. അതുപോലെ തന്നെ കുടിയേറ്റ പ്രശ്നമുണ്ട്. ഇതൊക്കെയാണ് ജാമുയി നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന്. ഇന്ന് വിധിയെഴുതുന്ന മണ്ഡലങ്ങളിൽ പെട്ടതാണ് അരുണാചൽ വെസ്റ്റും ഈസ്റ്റും. അരുണാചൽ വെസ്റ്റും ഈസ്റ്റും എന്തുകൊണ്ടാണ് നമ്മൾ പരിഗണിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു ക്രൈസ്തവ വോട്ടർമാരുടെ ഭൂരിപക്ഷമുള്ള, അതായത് ഭൂരിഭാഗം വോട്ടർമാരും ക്രിസ്തുമത അനുയായികളാണ്. അങ്ങനെയുള്ള ഒരു വോട്ട് ബാങ്ക് കൃത്യമായുള്ള ഇടമാണ് അരുണാചൽ വെസ്റ്റ് ഈസ്റ്റ്. പാർട്ടികളിലെ കൂറുമാറ്റമാണ് അരുണാചൽ വെസ്റ്റ് ഈസ്റ്റിനെ കുറിച്ച് നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും കാണാറുള്ളത്. 50 നിയമസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പും നടക്കുകയാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പും. അപ്പോൾ അരുണാചലും ഇത്തവണ ശ്രദ്ധായ കേന്ദ്രമായ ഒന്നാണ്. മണിപ്പൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 സീറ്റുകളാണുള്ളത്. മണിപ്പൂരിലെ 2 സീറ്റുകൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ രണ്ടിടത്ത് നമുക്കറിയാം കുക്കി, മെയ്തേയ് വിഭാഗങ്ങളുടെ സംഘർഷം, അത് രാഷ്ട്രീയ പ്രശ്നമായി മാറുന്നത്, ദാരുണമായ സംഭവങ്ങളിലേക്ക് പോകുന്നതൊക്കെ ചർച്ചയായ, കേരളത്തിലും ചർച്ചയാകുന്ന വിഷയമാണ് മണിപ്പൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നർ മണിപ്പൂർ, ഔട്ടർ മണിപ്പൂർ കലാപം ആളിക്കത്തിയ പ്രദേശങ്ങളാണ്. നമുക്കറിയാം 10,000 ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പിലാണ് കഴിയുന്നത്. ഔട്ടർ മണിപ്പൂർ മണ്ഡലത്തിൽ 2 ഘട്ടമായിട്ടാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. കോൺഗ്രസ് അവിടെ സ്വതന്ത്ര വോട്ടുകൾ തേടുന്നു. ജനസംഖ്യ 64% വരുന്നത് മെയ്തേയ് വിഭാഗമാണ്. മെയ്തേയ് വിഭാഗത്തിന്റെ ഒരു ആധിപത്യമുണ്ട് ഇവിടെ എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട വസ്തുതയാണ്. ഇംഫാൽ താഴ്വര വരുന്നത് ഇന്നർ മണിപ്പൂർ മണ്ഡലത്തിലാണ്. ഇന്നർ മണിപ്പൂരിൽ കുക്കികൾക്കാണ് ഭൂരിപക്ഷം. അപ്പോൾ കുക്കി, മെയ്തേയ് വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ ഒഴിവാക്കുക എന്നതാണ്, അല്ലെങ്കിൽ അതിന് പരിഹാരമുണ്ടാക്കുക എന്നതാണ് അവിടെ ഇനി തെരഞ്ഞെടുക്കപ്പെടുന്ന MP ഏറ്റവും പ്രാധാന്യം നൽകേണ്ട വിഷയമായി നിൽക്കുന്നത്. നാഗ ഗോത്രപ്രദേശത്ത് അവിടെ പ്രത്യേകമായാണ് ഇന്നല്ല വോട്ടെടുപ്പ്. അവിടെ 26-ാം തീയതിയാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. കുക്കീസോ വിഭാഗങ്ങൾക്ക് സ്ഥാനാർത്ഥികളില്ല ഇക്കുറി എന്നതും ശ്രദ്ധേയമാണ്. അപ്പോൾ മണിപ്പൂർ ഇത്തവണ ശ്രദ്ധയൂന്നുന്ന മണ്ഡലങ്ങളാണ്. മറ്റൊന്ന് അസമിലേക്ക് നമുക്ക് പോകാം. അസമിലെ ജോർഹട്ടാണ്. അസമിലെ ജോർഹട്ടിനെ കുറിച്ച് പറയുമ്പോൾ അസമിലെ ജോർഹട്ട്, അസം എന്ന് പറയുന്ന സംസ്ഥാനത്ത് ജോർഹട്ട് എന്ന മണ്ഡലം നമ്മൾ തിരഞ്ഞെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ആ മണ്ഡലത്തിൽ താമസിക്കുന്ന ആളുകളുടെ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അസമിലെ ജോർഹട്ടിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അസമിൽ താമസിക്കുന്ന ആളുകളെ കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങാം. അവിടെയുള്ള സമുദായങ്ങളുടെ നിലപാട് അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ കോൺഗ്രസ് കോട്ടയായ ഇവിടെ തേയിലത്തൊഴിലാളികൾ, അതോടൊപ്പം തന്നെ അഹോം സമുദായത്തിൻ്റെ നിലപാട്, രാജവംശത്തിൻ്റെ പിന്മുറക്കാർ, അതൊക്കെ ജോർഹട്ടിലെ ജനവിധിയെ ഏറെ നിർണായകമായി സ്വാധീനിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഗോത്രവിഭാഗങ്ങളുടെ വോട്ടാണ് അവിടെ നിർണായകം. നമ്മളിനി പോകുന്നത് ബീഹാറിലെ ഗയയിലേക്കാണ്. ഗയ നമുക്ക് ശ്രീബുദ്ധനുമായി ചേർന്ന് ഏറെ അറിയാവുന്ന ഒരു സ്ഥലമാണ്, പരിചിതമായ സ്ഥലമാണ്. മലയാളികൾക്ക് പോകുന്ന, അല്ലെങ്കിൽ മലയാളികൾക്ക് കൂടുതൽ അറിയുന്ന ഒരു സ്ഥലം തന്നെയാണ് ഗയ. അപ്പോൾ ഗയ മണ്ഡലത്തിലേക്ക് നമ്മൾ വന്നാൽ അതൊരു
ഹിന്ദു തീർത്ഥാടന കേന്ദ്രമാണ്. അവിടെ ഒരു ഭാഗ്യ പരീക്ഷണത്തിനാണ് ജിതൻ റാം മാഞ്ചി ഇക്കുറി തയ്യാറെടുക്കുന്നത് എന്നുള്ളതാണ്. ദളിത് ആധിപത്യ മേഖലകൾ ഒട്ടേറെയുള്ള സ്ഥലമാണ് ഗയ. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു വോട്ട് ബാങ്ക് എന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയുന്ന ഘടകങ്ങളുണ്ട് എങ്കിൽ പോലും ഇത്തവണ ജനവിധി എങ്ങനെയാകും എന്നുള്ളത് ശ്രദ്ധേയമാണ്. അവിടെ ആര് ജയിച്ചു വന്നാലും എന്താണ് ചെയ്യേണ്ടത് അതുകൂടി പറയാം. വേനൽ ശക്തമാകുമ്പോൾ നമ്മുടെ നാട്ടിലേതുപോലെ തന്നെ ജലക്ഷാമം നേരിടുന്ന ഒരുപാട് മനുഷ്യരുള്ള സ്ഥലമാണ് ഗയ. അതുകൊണ്ട് തന്നെ കുടിവെള്ള പ്രശ്നം അതാണ് അവിടെ പരിഹരിക്കേണ്ടത്. ഫാൽഗു നദി 9 മാസവും വരണ്ട് കിടക്കും. അതുപോലെ തന്നെ റോഡുകളുടെ അവസ്ഥ ഏറെക്കുറെയൊക്കെ നമ്മൾ കാണാറുള്ളതാണ്, നമുക്ക് പരിചിതമാണ്, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതായത് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന റോഡുകൾ അതാണ് ഗയയുടെ ദുരവസ്ഥ കൂട്ടുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ചികിത്സാ സൗകര്യങ്ങൾ അവർക്ക് കൃത്യമായി കിട്ടാത്തത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, സാംക്രമിക രോഗങ്ങൾ, അതൊക്കെ അലട്ടുന്ന ഒട്ടേറെ മനുഷ്യരുള്ള പ്രദേശമാണ് ഗയ എന്നുള്ളതാണ്. സ്കൂളുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും അടിസ്ഥാന സൗകര്യങ്ങൾ അത് മെച്ചപ്പെടുത്തണം. വ്യവസായങ്ങൾ കുറവാണ്, അവിടെ തൊഴിലില്ലായ്മ രൂക്ഷമാണ്. അതൊക്കെയാണ് പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങൾ.